നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. പാകിസ്ഥാനെ തീർത്തു. യെസ്, കിങ് കോഹ്ലി തിമിർത്താടി. പാകിസ്ഥാനെ ടീം ഇന്ത്യ 6 വിക്കറ്റുകൾക്കാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. ഇതോടുകൂടി ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പാകിസ്ഥാൻ്റെ വഴി പുറത്തേക്കായിരിക്കുകയാണ്. അതും വളരെ ആധികാരികമായിട്ടുള്ളൊരു വിജയമാണ്. 45 പന്തുകൾ ബാക്കി നിൽക്കുകയാണ് ഈ വിജയത്തിലേക്ക് പോയത്. അവസാന ഘട്ടത്തിൽ കോഹ്ലിക്ക് ആ സെഞ്ചുറിയിലേക്ക് എത്താൻ പറ്റുമോ എന്ന ആശങ്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം വിജയ റണ്ണ് വളരെ കുറവായിരുന്നു. സെഞ്ചുറിയിലേക്ക് പോകാൻ അതിനേക്കാൾ റണ്ണ് വേണമായിരുന്നു. എന്നാൽ അവസാന പന്തല്ല, കളി ഫിനിഷ് ചെയ്ത പന്ത് ബൗണ്ടറി അടിച്ചുകൊണ്ട് കോഹ്ലി തൻ്റെ സെഞ്ചുറിയിലേക്ക് എത്തി. ടീം ഇന്ത്യ വിജയപഥത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു. പാകിസ്ഥാൻ അവരുടെ ഇന്നിങ്സ് 241 അവസാനിപ്പിച്ചിരുന്നത്. 49.4 ഓവറുകളിൽ അവർ 241 ഓൾ ഔട്ട് ആയിരുന്നു. അവർക്ക് വേണ്ടി സൗദ് ഷക്കീൽ 62 റൺസും മുഹമ്മദ് റിസ്വാൻ 46 റൺസും കുഷ്ദിൽ ഷാ 38 റൺസും എടുത്തു. ഇന്ത്യൻ ബൗളിങ്ങിൽ 3 വിക്കറ്റുകളുമായിട്ട് കുൽദീപ് യാദവ് തിളങ്ങിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ, അതുപോലെ ഹർഷിദ് റാണ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. പാകിസ്ഥാൻ്റെ ഇന്നിങ്സിൻ്റെ ബ്രേക്കിൻ്റെ സമയത്ത് അതൊക്കെ വിശദമായി പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഇന്ത്യയുടെ ചേസിങ് കൃത്യമായ പ്ലാനോടുകൂടിയാണ് രോഹിത്തും ഗില്ലും ഇറങ്ങിയതെന്നത് വ്യക്തമാണ്. രോഹിത്ത് കടന്നാക്രമിക്കുകയായിരുന്നു. പിച്ച് സ്ലോ ഡൗൺ ആകും, ബാറ്റിംഗ് ബുദ്ധിമുട്ടാകും എന്നൊക്കെയാണല്ലോ വിലയിരുത്തൽ. എന്നാൽ കടന്നാക്രമിച്ചു തുടക്കം മുതൽ തന്നെ. അദ്ദേഹം 3 ഫോറും ഒരു സിക്സറും അടക്കം 20 റൺസിലേക്ക് എത്തിയ സമയത്ത് ഷഹീൻ ഷാ അഫ്രീദിയുടെ പന്തിൽ ബൗൾഡ് ആവുകയായിരുന്നു. 15 പന്തുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് 20 റൺസ് വന്നത്. കിഡിലൻ ഒരു യോർക്കറിൽ അദ്ദേഹം ബൗൾഡായിപ്പോയി. ഗില്ലിനോടൊപ്പം വിരാട് കോഹ്ലി ചേരുന്നു. ടീം ഇന്ത്യ മികച്ച രൂപത്തിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 52 പന്തിൽ നിന്ന് 7 ഫോറുകളുടെ സഹായത്തോടെ 46 റൺസ് എടുത്ത ശുഭ്മൻ ഗില്ലിനെ അബ്രാർ അഹമ്മദ് മടക്കിവിടുകയാണ്. അതൊരു സൂപ്പർ ബോളായിരുന്നു. റൺ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റമ്പിളക്കി കളഞ്ഞു. ഏതായാലും ശ്രേയസ് അയ്യർ പിന്നീട് കൂട്ടിന്. ടീം ഇന്ത്യ വിജയത്തോടടുക്കുന്ന കാഴ്ച. അതായത് ചില ഘട്ടങ്ങളിൽ റൺസ് വരുന്നത് വളരെ കുറവായിരുന്നു. എന്നാൽ ആ പിച്ചിൽ അങ്ങനെ കളിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. സാഹചര്യം അനുസരിച്ചാണ് ടീം ഇന്ത്യ ആ ഘട്ടത്തിൽ മുന്നോട്ട് പോയത്. അയ്യർ ഒടുവിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ട് പുറത്തായി. 67 പന്തിൽ 5 ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം 56 റൺസ് എടുത്തു. കുഷ്ദിൽ ഷായുടെ പന്തിൽ ഇമാമുൽ ഹക്കിൻ്റെ ഒരു തകർപ്പൻ ക്യാച്ചിലാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. ഹാർദിക് പാണ്ഡ്യ വന്ന പാടെ ഷഹീൻ ഷാ അഫ്രീദിയെ ആഞ്ഞടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ അദ്ദേഹം 6 പന്തിൽ നിന്ന് 8 റൺസ് എടുത്ത് മടങ്ങിപ്പോയി. ഒടുവിൽ അക്സർ പട്ടേലിനെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് കിങ് കോഹ്ലി തൻ്റെ സെഞ്ചുറിയും കടന്നു. ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. 4 വിക്കറ്റ് നഷ്ടത്തിൽ നമ്മുടെ ടീം വിജയലക്ഷ്യം മറികടന്നു. 6 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.